ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം സാംസങ് ഗാലക്സി S21 FE ഇങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗുഡ് ലോക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗുഡ് ലോക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാംസങ് സ്റ്റോറിൽ പോവുക. സാംസങ് സ്റ്റോറിൽ പോയി കഴിഞ്ഞിട്ട് ഗുഡ് ലോക്ക് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഗുഡ് ലോക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണും കസ്റ്റമൈസ് ചെയ്യാനുള്ളത്. തീം പാർക്ക്, ഹോം അപ്പ്, വണ്ടർലാൻഡ്, ലോക്ക് സ്റ്റാർ. പക്ഷേ ഇതൊന്നും ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നില്ല. ഈ രണ്ടെണ്ണം മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടാണ് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പോണത്, തീം പാർക്ക് ആൻഡ് ഹോം അപ്പ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങൾ തീം പാർക്ക്, ഹോം അപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഹോം അപ്പ് ഓപ്പൺ ചെയ്യുക ആദ്യം. ഹോം അപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഹോം സ്ക്രീൻ ഇത് ഓഫായിരിക്കും, ഇത് നിങ്ങൾ ഓണാക്കി കഴിഞ്ഞിട്ട് ഹോം സ്ക്രീനിൽ പോവുക. ഹോം സ്ക്രീനിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഹോം സ്ക്രീൻ ഗ്രിഡ് ഉണ്ടല്ലോ, അത് 7:7 കൊടുത്തിട്ട് അപ്ലൈ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആപ്പ് സ്ക്രീൻ ഗ്രിഡ് ഇതും നമുക്ക് 7:7 കൊടുക്കുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്ക് വരിക. ബാക്ക് വന്നു കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഫോൾഡർ ഉണ്ടാവുമല്ലോ, ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക. പോപ്പപ്പ് ഫോൾഡർ നമ്മളിവിടെ ഓണാക്കുക. ഓണാക്കി കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് പോകേണ്ടത് ടാസ്ക് ചേഞ്ചറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്യുമല്ലോ, ഓരോ ആപ്ലിക്കേഷൻ നമ്മൾ സ്വിച്ച് ചെയ്യുമല്ലോ. ആ ആപ്ലിക്കേഷൻ സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനത്തെ ഇൻ്റർഫേസാണ്, ലേ ഔട്ടാണ് വേണ്ടത്, അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് സാധാരണ ലിസ്റ്റായിട്ടാണ് കാണുന്നത്, കണ്ടില്ലേ ഇതുമാതിരി. ഇപ്പോൾ ഗ്രിഡ് വേണമെങ്കിൽ ഗ്രിഡായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. സ്റ്റാക്ക് ആണെങ്കിൽ സ്റ്റാക്ക് മാതിരി ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഐഫോണിൽ എങ്ങനെയാണ് നമ്മൾ മൾട്ടി ടാസ്ക് ചെയ്യാം, മീൻസ് ഒരു ആപ്ലിക്കേഷന് മറ്റേ ആപ്ലിക്കേഷന് സ്വിച്ച് ആവുന്നത്, അതിങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അതേമാതിരി സ്ലിം ലിസ്റ്റ്, വെർട്ടിക്കൽ ലിസ്റ്റ്, അപ്പോൾ അതുമാതിരി നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ തൽക്കാലം വെച്ചിരിക്കുന്നത് സ്റ്റാക്കാണ്. അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് വരിക. താഴത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് സെൻറ്റർ ദ കറൻ്റ്ലി റണ്ണിങ് ആപ്പ് അത് ഓണാക്കുക. ഓണാക്കി കഴിഞ്ഞിട്ട് ഇവിടെ സെർച്ച് ബാർ ഉണ്ടാവും, അത് ഓഫാക്കുക. റെക്കമെൻഡഡ് ആപ്സ് ഓഫാക്കുക. പിന്നെ വേറെ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട. അത് കഴിഞ്ഞിട്ട് ബാക്ക് വരിക. ബാക്ക് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് തീം പാർക്കിൽ പോവാം. തീം പാർക്കിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ തീം ഉണ്ടാവും, കീബോർഡ് ഉണ്ടാവും, ക്വിക്ക് പാനൽ ഉണ്ടാവും, ഐക്കൺ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഐക്കണിലാണ് ക്ലിക്ക് ചെയ്യാൻ പോണത്. ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ക്രിയേറ്റ് ന്യൂ ഉണ്ടാവും. ക്രിയേറ്റ് ന്യൂവിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തേർഡ് പാർട്ടി ഐക്കൺ പാക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഐക്കൺ പാക്ക് ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ഞാൻ പിക്സൽ ഐക്കൺ പാക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഐക്കൺ പാക്ക് വേണമെങ്കിൽ ഇവിടെ ഡൗൺലോഡിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്ലേ സ്റ്റോറിൽ കുറേ ഐക്കൺ പാക്ക് ഉണ്ടാവും, അതിലത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐക്കൺ പാക്ക് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും തേർഡ് പാർട്ടി ഐക്കൺ പാക്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ പിക്സൽ ഐക്കൺ പാക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പിക്സൽ ഐക്കൺ പാക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ലോഡിങ് ഇമേജ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ഐക്കൺസും പിക്സലിൻ്റെ ഐക്കൺസ് മാറി കഴിഞ്ഞിട്ട് ഇപ്പോൾ കണ്ടില്ലേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഐക്കണിൻ്റെ ഷേപ്പ് എങ്ങനെ വേണം അത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇപ്പോൾ എനിക്ക് റൗണ്ടാണ് ഇഷ്ടം, അപ്പോൾ റൗണ്ട് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഡൗൺലോഡിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റോക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. സ്റ്റോക്ക് കൊടുത്തിട്ട് ഇവിടെ ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തിട്ട് ഇൻസ്റ്റാൾ എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാണല്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ അപ്ലൈ കൊടുക്കുക. അപ്ലൈയിങ് ഐക്കണാണ്. അപ്പോൾ അപ്ലൈ ആയി കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇനി നമുക്ക് നമ്മുടെ സാംസങ്ങിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഈ സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഐക്കൺ പാക്ക് ഉണ്ടല്ലോ, അത് മാറി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇവിടെ ആപ്പ് ഡ്രോയർ നമ്മൾ ഓപ്പൺ ചെയ്തല്ലോ. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ 3 ഡോട്ട് ഉണ്ടല്ലോ, ഇവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലീൻ അപ്പ് പേജസ് കൊടുക്കുക. അപ്പോൾ എല്ലാ പേജസും ക്ലീൻ ആയിട്ട് ഇങ്ങനെ വരും, കണ്ടില്ലേ. എന്നിട്ട് അപ്ലൈ കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം നമ്മുടെ ഹോം സ്ക്രീനിൽ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ട് അതെല്ലാം റിമൂവ് ചെയ്യുക. ഇവിടെ ഞാൻ ലോങ് പ്രസ് ചെയ്യുന്ന ആപ്ലിക്കേഷനും വിഡ്ജറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യം റിമൂവ് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് ഞാൻ എല്ലാം റിമൂവ് ചെയ്യുകയാണ്. അൺഇൻസ്റ്റാൾ അല്ല ചെയ്യേണ്ടത്, റിമൂവ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ റിമൂവ് ചെയ്തില്ലേ, ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് വാൾപേപ്പർ മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാൾപേപ്പർ വയ്ക്കാം. ഇപ്പോൾ ഞാൻ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു വാൾപേപ്പർ വയ്ക്കാം. ഇപ്പോൾ ഈ ബ്ലൂ കളർ വാൾപേപ്പറാണ് വയ്ക്കാൻ പോണത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഡൺ കൊടുക്കുക.
ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാൾപേപ്പർ മാറി കഴിഞ്ഞു. അപ്പോൾ അവിടെ ബ്ലാങ്ക് ആയിട്ടല്ല കിടക്കുന്നത്. പിന്നെ എക്സ്ട്രാ വല്ലതും പേജസ് ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക. അവിടെ പോയിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റുക, ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം, വിച്ച് ഈസ് ഷോർട്ട് കട്ട് മേക്കർ പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ, അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നല്ലോ. ഇവിടെ നമുക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇതുമാതിരിയാണ് വരുന്നത്. നമുക്ക് ഐഫോണിൽ എങ്ങനെയാണ് കാണാൻ കിട്ടുന്നത് അതുമാതിരി നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട്. അതിനെ പറ്റി പറയാൻ മറന്നു. ഓക്കെ, ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഷോർട്ട് കട്ട് മേക്കർ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ലോങ് പ്രസ് ചെയ്യുക. ഹോം സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് വിഡ്ജറ്റ്സിൽ പോവുക. വിഡ്ജറ്റ്സിൽ പോയി കഴിഞ്ഞിട്ട് നമുക്കിവിടെ സെർച്ച് ചെയ്യുക ഷോർട്ട് കട്ട് മേക്കർ. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ആപ്പിൽ പോവുക, ആഡ് കൊടുക്കുക. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ആപ്ലിക്കേഷൻസ്, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണല്ലോ നമ്മൾ ഹോം സ്ക്രീനിൽ ആഡ് ചെയ്യുക. ആ ആപ്ലിക്കേഷൻസ് നമ്മൾ ആദ്യം ആഡ് ചെയ്യുക. ഇപ്പം ഞാൻ കാൽക്കുലേറ്റർ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ കാൽക്കുലേറ്റർ അതുമാതിരി ഇവിടെ പിന്നെ വെഡ്ജറ്റ്സിൽ പോവുക. ഇവിടെ ഓരോരോ ആപ്ലിക്കേഷൻ നമുക്ക് ഇങ്ങനെ പോയിട്ട് സെലക്ട് ചെയ്യണം, ഷോർട്ട് കട്ട് മേക്കറിൽ പോയിട്ട്. അതിനായിട്ട് ആഡ് കൊടുക്കുക. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ക്രോമാണ്. അപ്പം അങ്ങനെ ഓരോരോ ആപ്ലിക്കേഷൻ ഞാൻ ആദ്യം ആഡ് ചെയ്യട്ടെ. ഓക്കെ, പിന്നെ ഓരോരോ ആപ്ലിക്കേഷനായിട്ട് ഞാൻ ഷോർട്ട് കട്ട് ആപ്ലിക്കേഷൻ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓർഗനൈസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഓരോരോ ആപ്ലിക്കേഷൻ ഇങ്ങനെ ഓർഗനൈസ് ചെയ്യാം. പിന്നെ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഓർഗനൈസ് ചെയ്യാം. കണ്ടില്ലേ, എക്സ്ട്രാ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് എനിക്കിപ്പോൾ ആവശ്യമില്ല തൽക്കാലം, അത് ഞാൻ റിമൂവ് ചെയ്യാണ്. അപ്പം ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വെതറിൻ്റെ വിഡ്ജറ്റ് ഒന്ന് ആഡ് ചെയ്യുക. ഇവിടെ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് വിഡ്ജറ്റ്സിൽ വരിക, വെതറിൽ വരിക. വെതറിൽ വന്നു കഴിഞ്ഞിട്ട് ഈ വിഡ്ജറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ ആഡ് ചെയ്യാണ്. കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് ഇത് എവിടെയെങ്കിലും വേണമെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ക്ലീൻ ലുക്കാവും കിട്ടുക. കണ്ടില്ലേ, എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്